വെൽക്കം ബാക്ക്. ഇന്നൊരു ഈവനിങ് ഔട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോയാണ്. ഇന്ന് നമ്മൾ ദുബായിലുള്ള ഫുജറയിലുള്ള ഐക്യയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയും അതുപോലെ തന്നെ ഒരു കുട്ടി കുട്ടി ഷോപ്പിങ്ങിൻ്റെയൊക്കെ വീഡിയോയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പോയത് സെൻട്രൽ പോയിൻറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ സെൻട്രൽ പോയിൻറ്റിൽ നിന്ന് എനിക്കൊരു ബാഗ് നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെൻട്രൽ പോയിൻറ്റിലേക്ക് പോയി. അപ്പോൾ അവിടുന്ന് എനിക്ക് ഈ സ്ലിംഗ് ബാഗില്ലേ, ഇങ്ങനത്തെ ചെറിയ സ്ലിംഗ് ബാഗ് എനിക്കൊരെണ്ണം വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് നോക്കി, അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരെണ്ണം എനിക്ക് കിട്ടി കേട്ടോ. ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെ ഒരു ലെതർ ടൈപ്പ് പോലെ വരുന്ന ഒരു ബാഗാണ് കേട്ടോ ഞാൻ എടുത്തത്. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ബാഗാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ. ഇതിന് മറ്റേ സ്ലിങ് വരുന്നുണ്ട് കേട്ടോ. ഷോർട്ടായിട്ടും കുറച്ച് ലോങ് ആയിട്ടും വരുന്നത്. നമുക്ക് ക്രോസിനും ഇടാം, അല്ലാതെ വൺ സൈഡും ഇടാവുന്ന രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. അങ്ങനെ അതെടുത്തു. മൊത്തത്തിൽ എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു, ഒരു ബാഗ് വാങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ദോശ ഹട്ടിലേക്കാണ് കേട്ടോ പോയത്. ഞാൻ മുന്നത്തെ വീഡിയോയിലും ഷോർട്സിലും ഒക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതും നിയർ ബൈ ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ദോശ ഹട്ടിൻ്റെ ഷോപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ നിന്ന് കിഴിപ്പൊറോട്ടയും ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു മസാല ദോശയും അതുപോലെ കിഴിപ്പൊറോട്ടയാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. കിഴിപ്പൊറോട്ട എന്താ പറയുക, ഓവർ മസാല ഓവർ സ്പൈസി ഒന്നും അല്ലായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കിഴിപ്പൊറോട്ട ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിനിയും ബാക്കി പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ 2 മസാല ദോശയും പൊറോട്ടയും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് അങ്ങനെ കഴിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ട് നിയർ ബൈ ആയിട്ട് നമുക്കൊരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, 20 പ്ലാസ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു ഫ്ലേവറായി ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള ഒരു ഫ്ലവർ പോട്ട് വാങ്ങി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ വേറൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അത് വാങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഐക്യയിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പോകുന്നത് സിറ്റി സെൻറ്ററിലേക്കാണ്. അവിടെയാണ് ഇവിടെയുള്ള ഐക്യ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ ഈ ഐക്യ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 മന്ത്സോളം എന്തോ ആയി കാണത്തില്ലായിരിക്കും, കറക്റ്റല്ല, എന്നാലും അത്രയും ആയിട്ടുള്ളൂ. അപ്പോൾ കുറേ ആയിട്ട് വരണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് നമുക്ക് ടൈം സെറ്റായത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഉള്ളത് ഈ ഒരു ബെഡ്റൂം സെറ്റാണ് കേട്ടോ. അതിലൊരു ബെഡ് ടേബിളും അങ്ങനെ ഫുള്ളി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സോഫ അങ്ങനെയുള്ള നമ്മൾ ലിവിങ് റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള രീതിക്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഐക്യയിലുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ, അവർ എല്ലാ രീതിക്കും ബെഡ്റൂം, കിച്ചൺ അങ്ങനെ ഓരോരോ രീതിക്ക് അവർ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യാം. നമുക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അസൈൻ ചെയ്യാനായിട്ടും ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ഈ വന്ന ഒരു ടൈം അധികം റഷ് ഉണ്ടായിരുന്നില്ല, അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനാണെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാനാണെങ്കിലും ഒന്നും അധികം ബുദ്ധിമുട്ടില്ലായിരുന്നു. എനിക്ക് ഈ ഒരു ഇപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഈ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അവിടെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിറേഴ്സ് ആണെങ്കിലും വോളിങ് ആണെങ്കിലും എല്ലാം നല്ല രീതിക്കായിരുന്നു കേട്ടോ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല പ്രീമിയം, നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ലുക്കിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഓൾറെഡി സോഫയും കാര്യങ്ങളും എല്ലാം നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമുക്ക് ഓവർ റേറ്റ് കാര്യങ്ങളൊന്നും തോന്നിയില്ല കേട്ടോ. സോഫയുടെയൊക്കെ റേറ്റൊക്കെ ആണെങ്കിലും മാത്രമല്ല, ഇവിടുന്ന് വാങ്ങിയാൽ ഇത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് വർത്തിയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്കൊരു ക്യാബിനറ്റ് നോക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ലിവിങ്ങിലോ ബെഡ്റൂമിലോ വെക്കുന്ന രീതിക്ക് ഒരു ക്യാബിനറ്റ് സെറ്റ് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഐക്യയിൽ തന്നെയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ടേബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു 4 സീറ്ററാണ് കേട്ടോ. ഇപ്പം അതിലും നല്ല ടേബിൾ ഞാനിപ്പോൾ അവിടെ കണ്ടു. നല്ല ഭംഗിയുള്ള നല്ല ടേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ക്യാബിനറ്റ് സെറ്റിന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. മേ ബി നെക്സ്റ്റ് വീക്കോടുകൂടി വരുമായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്യാം. പിന്നെ നമുക്ക് ഓർഗനൈസ്ഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഇവിടെ നമുക്കധികം എന്താ പറയുക, നമുക്ക് നാട്ടിലെ പോലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് റൂമോ ബെഡ്റൂമോ കാര്യങ്ങളോ, മെയിൻലി കിച്ചണാണ് കേട്ടോ.
അത്രയും സ്പേഷ്യസ് ആയിട്ടല്ല. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് 1 BHK ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഭയങ്കര സ്പേഷ്യസ് അല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ കിച്ചണിലൊക്കെ ആണെങ്കിലൊക്കെ ഓർഗനൈസ്ഡ് ആക്കി വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള കുറേ ഐറ്റംസ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റി. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള കുറേ നമ്മുടെ നമ്മൾ ചായ കുടിക്കുന്ന കപ്പില്ലേ, അതിലത്തെ കപ്പ്, സ്പൂണ്, കുറേ ഐറ്റംസ്, നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും IKEA നിന്ന് കിട്ടും എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. പിന്നെ ഇത് നമ്മൾ പാക്കറ്റൊക്കെ നമ്മൾ സീൽ ചെയ്ത് വെക്കില്ലേ, നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കില്ലേ, നമ്മൾ പൊട്ടിച്ചിട്ടുള്ള പാക്കറ്റ് ലീക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന അങ്ങനത്തെ ക്ലിപ്പ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് കിച്ചണിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കണ്ടെയ്നേഴ്സ്, നമുക്ക് പൗഡേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് നട്ട്സ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള കണ്ടെയ്നേഴ്സൊക്കെ, അത് ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതും നല്ല മിനിമലായിട്ടുള്ള രീതിക്കുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളൊരു സാധനമായിരുന്നു കേട്ടോ ഈ ഒരു സ്പൂൺ ഹോൾഡർ. അപ്പം ഇത് ഞാൻ ഇതിന് മുന്നേ പോയപ്പോൾ ലുലുവിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നാട്ടിൽ നമുക്ക് വീട്ടിലിതുണ്ട്, അപ്പോൾ ഇവിടെ നമുക്കിത് വാങ്ങിക്കാനായിട്ട് ഞാൻ നോക്കി വെച്ചിട്ടുള്ളൊരു സാധനമായിരുന്നു. അങ്ങനെ അത് കണ്ടു. അതിൻ്റെ റേറ്റ് പക്ഷേ ഞാൻ ഓർക്കുന്നില്ല, അത് സ്കാൻ ചെയ്യുമ്പോഴാണ് കേട്ടോ അറിയുന്നത്, അതിലില്ലായിരുന്നു. പിന്നെ ചില ഐറ്റംസ് എല്ലാം നമ്മളത് പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോഴേ അതറിയുള്ളൂ. പിന്നെ ഇതൊക്കെ നമുക്ക് വാഷിംഗ് ഏരിയ അങ്ങനെ വരുന്ന ഏരിയാസൊക്കെയാണ് കേട്ടോ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അവിടുന്ന് നേരെ വരുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ട്, നമുക്ക് വീട്ടിലാണെങ്കിലും ഒക്കെ നമുക്ക് വർക്കിംഗ് സ്പേസ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാത്റൂം ആക്സസറീസ് കാര്യങ്ങൾ, ലൈറ്റിംഗ് അങ്ങനെ ഉള്ള സാധനങ്ങളെല്ലാം അതിനോട് തന്നെ നിയർ ബൈ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ബെഡ്, ഇതിപ്പോൾ നമുക്ക് കിഡ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കിടത്താൻ വേണ്ടിയിട്ട് ന്യൂ ബോൺ ബേബീസിൻ്റെയൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൈറ്റൊക്കെ എന്താ പറയുക അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ള ക്യാബിൻ ഇതാണ് കേട്ടോ, ഈ ഒരു മോഡൽ ക്യാബിൻ്റെ കാര്യമായിരുന്നു ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കിത് ലിവിങ് റൂമിലാണെങ്കിലും ബെഡ്റൂമിലാണെങ്കിലും ഒക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് കുറേ സാധനങ്ങൾ ഇതിനകത്ത് നമുക്ക് എന്താ പറയുക ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇങ്ങനൊരു ഓർഗനൈസർ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങൾ അതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അത്രയും സ്പേസ് നമുക്ക് കൂടുതൽ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു തിങ്കിങ്ങിലാണ് കേട്ടോ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. പിന്നെ ഇത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഗേൾസിനും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഫുൾ മിറേഴ്സ്. പക്ഷേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ മിറർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഷൂ റാക്ക് അല്ലാതെ ഉള്ള എന്താ പറയുക നമുക്ക് കിച്ചണിലേക്കും അല്ലാതെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്ക് ഈ കാണുന്ന രീതിക്കുള്ള ബെഡും കിഡ്സിന് വേണ്ടിയിട്ടുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു. കിഡ്സിൻ്റെ ബെഡൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല കുഞ്ഞി ബെഡൊക്കെ വെച്ചിട്ട് നല്ല എന്താ പറയുക നമ്മൾ ഈ പണ്ട് ഈ കളിക്കാനായിട്ടൊക്കെ ഉണ്ടാക്കില്ലേ ടോയ്സൊക്കെ കിട്ടുന്ന രീതിക്കുള്ള അത്രയ്ക്കും നല്ല ഭംഗിയിൽ ഉള്ള ബെഡും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് ബെഡ്ഷീറ്റ്, ടവൽസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ, 10 dirhams 15 dirhamsനൊക്കെ അവൈലബിൾ ആയിരുന്നു. പിന്നെ IKEAയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന കുറേ എന്താ പറയുക പ്ലേറ്റും കപ്പുകൾ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഓൺലൈനിൽ നോക്കിയാൽ കാണുന്നത് അതൊക്കെ തന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാമായിരുന്നു. അതുപോലെ തന്നെ ഫുൾ സെറ്റായിട്ടുള്ളതുണ്ട്. പിന്നെ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുമുണ്ട്. അതൊക്കെയും ഒരുപാട് അങ്ങ് റേറ്റ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അതുപോലെ ടേബിൾ മാറ്റ്സ്, കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന രീതിക്കുള്ള മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കപ്പ് സോസർ കാര്യങ്ങളൊക്കെ IKEAയിൽ നോക്കുന്ന ആൾക്കാർക്ക് നല്ല ഫെമിലിയർ ആയിരിക്കും, കാരണം അത് എപ്പോഴും നമുക്ക് സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു സാധനമാണ്. അതുപോലെ തന്നെ നമ്മൾ ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്നത് ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം കണ്ടൊരു ബ്ലൂ മഗ് ഒട്ടുമിക്ക എല്ലാവരും പർച്ചേസിങ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ അത്, പിന്നെ ജഗ് കാര്യങ്ങൾ, കെറ്റിൽ, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബെഡ്റൂമിലേക്ക് വേണ്ട ബെഡ്ഷീറ്റ്സ്, അതുപോലെ തന്നെ മാട്രസ് കവർ, പില്ലോസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ബെഡ്ഷീറ്റ്സൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത്
ഈ നമുക്ക് ഈ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന സാധനങ്ങളില്ലേ, അതാണ് എനിക്ക് കണ്ടതിൽ വെച്ചിട്ട് ഒരുപാടുണ്ടെന്ന് തോന്നിയൊരു സംഭവം അതാണ് കേട്ടോ. ഇഷ്ടം പോലെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ചെടി ഒക്കെ നടുന്ന ആൾക്കാരില്ലേ, അപ്പോൾ അവർക്കൊക്കെ പോയാൽ നല്ല നല്ല രീതിക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ പോട്ട് വളരെ എന്താ പറയുക, നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല പോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അതും നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. കാരണം ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു വൈറ്റ് ഫ്രെയിമാണ് കേട്ടോ. ഗോൾഡിൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. വൈറ്റ്, പ്ലെയിൻ വൈറ്റ്, ഈ കാണുന്നത് പോലെ തന്നെ ഒരു വലുതാണ് കേട്ടോ. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി വലുതുള്ള ഒരു ഫ്രെയിമാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഫ്രെയിംസിനൊക്കെയും 12 ദിറംസ് 15 ദിറംസ് അത്രയൊക്കെ റേഞ്ചിൽ വരുന്ന സാധനങ്ങളായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ടായിരുന്നു. അതിന് എനിക്ക് തോന്നുന്നു 25 ദിറംസ് എന്തോ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആ ഒരു ഗോൾഡൻ പോട്ട് അത് സെപ്പറേറ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിയിട്ട് അതിനകത്ത് ഇട്ട് വെക്കുന്ന രീതിക്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതായിരുന്നു. പിന്നെ ഉള്ളത് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതൊക്കെ അത്യാവശ്യം റേഞ്ചുള്ള അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് കേട്ടോ. എനിക്ക് ഈ 2 ലൈറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നല്ല റേറ്റ് ഉള്ളത് കൊണ്ട് നമ്മളതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് വെക്കാനും അതിന് തക്ക സ്പേസ് ഒന്നും നമ്മളിതുവരെ സെറ്റ് ചെയ്തിട്ടും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഉള്ളതൊക്കെ ഇങ്ങനെ ഹാങ്ങിങ് ലാംപ്സ് ഒക്കെയാണ്. പിന്നെ നമ്മളിതൊക്കെ കാണുമ്പോൾ വിചാരിക്കും നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോയാലോ, നാട്ടിൽ പോകുമ്പോൾ പർച്ചേസ് ചെയ്താലോ, അങ്ങനൊരു തോട്ട് പോവാറുണ്ട്. പിന്നെ മൊത്തത്തിൽ എന്താ പറയുക, നമ്മുടെ നാട്ടിലും ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ്, ഇല്ല എന്നല്ല. എന്നാലും കാണുമ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ആയിരുന്നു നമ്മൾ മൊത്തത്തിൽ ലൈറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട് കണ്ടത്. ഈ ലൈറ്റിനൊക്കെ ഒരു 3500 to 9000 ആ റേഞ്ചിലൊക്കെ, നമ്മുടെ ഇന്ത്യൻ റുപ്പി റേഞ്ചിലൊക്കെ വരുന്ന ലൈറ്റ്സൊക്കെയാണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടത്. പിന്നെ ഇത് നമ്മുടെ നാച്ചുറൽ പ്ലാന്റ്സും അവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മളതൊന്നും പ്ലാന്റ്സ് ഒന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. നമ്മൾ ഇഷ്ടമുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ളതായിരിക്കും വാങ്ങിക്കുക. കാരണം നാച്ചുറൽ പ്ലാന്റ്സ് വാങ്ങി വെച്ചാൽ അതിൻ്റെ മെയിൻ്റനൻസ് ഭയങ്കര ഇഷ്ടമുള്ളവർ ചെയ്യും, എനിക്കിഷ്ടമില്ല എന്നല്ല, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പാടാണ്. അപ്പോൾ നമുക്ക് മണ്ണ് മാറ്റാനാണെങ്കിലും നമ്മളതിന് വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മൾ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പോഴും ആണെങ്കിലും പിന്നെ അത് ആ ചെടി ഉണ്ടാവും എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്നും നോക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റും ആയിട്ടും പൊരുത്തപ്പെട്ട് പോകാനായിട്ട് പറ്റണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് നമ്മൾ ഇതുവരെയായിട്ട് നമ്മളങ്ങനെ പർച്ചേസ് ചെയ്തിട്ടില്ല. ഇനിയും ടേസ്റ്റ് മാറുമോ എന്നെനിക്കറിയില്ല. കറൻ്റ്ലി ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നെ നമ്മൾ എനിക്ക് ഇങ്ങനത്തെയൊക്കെ പ്ലാന്റ്സ് കാണുന്നതാണ് കേട്ടോ ഇഷ്ടം. കാരണം അത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്, എന്നും അങ്ങനെ തന്നെ ഇരിക്കുമല്ലോ. അതുകൊണ്ടിട്ട് അതൊക്കെ കാണുമ്പം ഇഷ്ടപ്പെടുന്നത് എടുക്കും കേട്ടോ. ഇത് നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഗ്രീനറി സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയ കുറേ വെറൈറ്റീസ് ഇവിടെ കാണാനായിട്ട് പറ്റി. നമുക്കങ്ങനെ സെറ്റ് ചെയ്യുമ്പം എന്താ പറയുക, വീട്ടിലേക്ക് കയറി വരുമ്പോൾ മൊത്തത്തിലൊരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യില്ലേ. എനിക്ക് ആ ഒരു ലുക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു പ്ലാന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മുടെ നാട്ടിലൊക്കെ കാണാറില്ല ഇങ്ങനത്തെ ഒരു സാധനം, നമുക്കതിങ്ങനെ അത് ഊരിയെടുക്കുമ്പോൾ ഇങ്ങനെ മറ്റേ പൂ പോലെ വരുന്ന സംഭവം, അതെനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ആയിരുന്നു നമുക്ക് ഫ്ലവർ, ആ ഒരു എന്താ പറയുക, ഡെക്കോർ ഐറ്റംസ് പോലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇത്രയൊക്കെ ആയിരുന്നു. അതുപോലെ എനിക്ക് ഈ വൈറ്റ് ഫ്ലവേഴ്സും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ ഷോപ്പിൽ നിന്ന് അങ്ങനെ ഫ്ലവർ വാങ്ങിയത്. പക്ഷെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വന്നിട്ട് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന്. പക്ഷെ നമ്മളങ്ങനെ പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് പിന്നെ അഗെയിൻ അതേപോലെ തന്നെ വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ലാമ്പ്, ക്യാൻഡിൽസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിപ്പം ഡെക്കോർ ഐറ്റംസ് ആയിട്ട് വെക്കുന്ന രീതിക്കുള്ള ക്യാൻഡിൽസൊക്കെ നമ്മൾ കത്തിച്ച് വെക്കില്ലേ, അങ്ങനത്തെ കുറേ ഐറ്റംസ് കാര്യങ്ങൾ, പിന്നെ നല്ല നല്ല പോട്ടുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയൊക്കെ ഐറ്റംസൊക്കെയാണ് നമ്മൾ ഐക്കയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ല.
ഓൾറെഡി അവിടെ ഫുഡ് വാങ്ങിക്കാനൊക്കെ അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങുന്ന ടൈം ആയപ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനത് ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നില്ല. കാരണം എല്ലാവരും ഫുഡ് കഴിക്കുകയും വാങ്ങിക്കാൻ നിൽക്കുകയും ആകെ മൊത്തത്തിലായിരുന്നു. സോ അതുകൊണ്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്തു. സോ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഐക്യയിലുണ്ടായിരുന്ന വിശേഷങ്ങൾ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് മാക്സിലേക്കാണ് കേട്ടോ. എനിക്കൊരു ആങ്കിൾ ലെങ്ത് ലെഗിൻസ് നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് മാക്സിൽ നിന്ന് നമ്മൾ നോക്കി. പിന്നെ അതിനുശേഷം എനിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ H&Mലേക്കാണ് വന്നത്. ഞാൻ ജീൻസിന് ഇടാൻ പറ്റുന്ന രീതിക്കും അല്ലാതെ ഡ്രസ്സ് ടൈപ്പായിട്ടുള്ള ഡ്രസ്സുമാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ടോപ്പ് കാര്യങ്ങളും ഒക്കെ നോക്കാനായിട്ട് നമ്മൾ എന്താ പറയുക H&Mലേക്ക് വന്നതാണ്. അങ്ങനെ നോക്കി. എനിക്ക് ക്രോപ്പ് ടോപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പ്ലെയിൻ ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ 1-2 ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനത് കൊണ്ടുപോയപ്പം എനിക്കത് എന്താ പറയുന്നത്, എനിക്ക് സൈസ് കറക്റ്റ് അല്ലായിരുന്നു. അങ്ങനെ അതുകൊണ്ടിട്ട് ഈ ഒരു റെഡും വൈറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തുകൊണ്ട് പോയതാണ്. പക്ഷേ എനിക്കത് ചേരില്ലായിരുന്നു. അങ്ങനെ അത് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് വെച്ചു. പക്ഷെ പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പോയത് ട്രയൽ ചെയ്ത് നോക്കി. അപ്പോഴാണ് എനിക്കത് ചേർത്തുമില്ല. അങ്ങനെ പിന്നെ അത് എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ അല്ലാതെയുള്ള ടോപ്പ് നോക്കിയിട്ടോ. അല്ലാതെ ഞാൻ പിന്നെ ഒരു പേസ്റ്റൽ കളർ, ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ വരുന്നിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ എടുത്തത്. ജീൻസിന് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ടോപ്പ് അതാണ് എടുത്തത്. അത് എനിക്ക് തോന്നുന്നു അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കുറേ ഡ്രസ്സസ് നോക്കി ടോപ്പായിട്ട്. പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുത്തു കേട്ടോ. ഇത് ഞാൻ ട്രയൽ ചെയ്യാൻ പോയപ്പോൾ എടുത്തതാണ്. ഇതൊരു നല്ലൊരു ബ്രൈറ്റ് ഓറഞ്ച് കളറാണ്. എനിക്ക് ഈ ഒരു കളറിൽ ഡ്രസ്സൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് തീരുമാനിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. അതിൻ്റെ വീഡിയോ ആക്ച്വലി ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി എന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ട് നേരെ പുറത്തേക്ക് പോവായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു മൂവിക്ക് കയറുകയാണ് കേട്ടോ. കിഷ്കിന്ധാകാന്ഡം എന്ന് പറഞ്ഞിട്ട് ആസിഫ് അലിയുടെ ഒരു മൂവി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ മൂവിക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. 10:45 എന്തോ ഉള്ള ഷോയ്ക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ലേറ്റായിട്ടൊരു മൂവിക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഓരോ മൂവീസിൻ്റെ ആഡൊക്കെ കാണുന്നേ ഉള്ളൂ. അപ്പോൾ മൂവിയൊക്കെ കണ്ടിറങ്ങിയപ്പം ഒരു 1:30, 2 o'clock എന്തോ ആയെന്ന് തോന്നുന്നു. ആ ഒരു ടൈമിലേക്ക് എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് എല്ലാ ഷോപ്സും അവിടെ ക്ലോസ് ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ.